ഹലോ ഫ്രണ്ട്സ്, പലർക്കും ഉള്ളൊരു സംശയമാണ് കോച്ചിങ് ക്ലാസ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഓൺലൈനായിട്ട് ചെയ്യണോ ഓഫ്ലൈനായിട്ട് ചെയ്യണോ എന്നുള്ളത്. സിവിൽ സർവീസിൻ്റെ മാത്രമല്ല, ഏതൊരു കോച്ചിങ് ക്ലാസ്സും PSC, SSC ഇനിയല്ല വേറെ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിൽ തന്നെ ഇത് ഓൺലൈനായിട്ട് ചെയ്യുന്നതാണോ നല്ലത് ഓഫ്ലൈനായിട്ട് ചെയ്യുന്നതാണോ നല്ലതെന്നുള്ളത്. ഈ ഒരു കാര്യത്തിന് നമുക്ക് സാധാരണ നമ്മൾ സിവിൽ സർവീസ് എക്സാമിൻ്റെ മെയിൻസ് ആൻസേഴ്സ് എഴുതുന്ന ആ ഒരു രീതിയിൽ തന്നെ സമീപിക്കുക. എങ്ങനെയാണ് നമ്മൾ മെയിൻസ് കൺവെൻഷനലി ആൻസർ ഫ്രെയിം ചെയ്യുന്നത്? ആൻസർ ഫ്രെയിം ചെയ്യുന്നതിന് ഒരു കൺവെൻഷൻ ഉണ്ട്. അത് കുറേ കാലങ്ങളായിട്ട് ആൾക്കാർ ഫോളോ ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്. UPSC ഇങ്ങനൊരു മെത്തേഡൊന്നും പറയുന്നില്ല, പക്ഷേ നമ്മൾ സാധാരണ ഫോളോ ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്. ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ക്രിട്ടിക്കലി അനലൈസ് അല്ലെങ്കിൽ അനലൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നതാണെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി, ഒരു ഗവൺമെൻറ് പോളിസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ സോഷ്യലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡിനെ പറ്റിയിട്ടോ അനലൈസ് ചെയ്യാൻ വേണ്ടി UPSC പറയുന്നതാണെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു മെത്തേഡ് ഉണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് അനലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് ആദ്യം പറയണം, നെഗറ്റീവ് പറയണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൺക്ലൂഷനിൽ ഈ പോസിറ്റീവും നെഗറ്റീവും എടുത്തു വെച്ചിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഒരു വേ ഫോർവേഡിലേക്ക് എത്തുക. അപ്പോൾ അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനെയും അനലൈസ് ചെയ്യാം. ഓൺലൈൻ വേണോ ഓഫ്ലൈൻ വേണോ? ഈ ഓൺലൈൻ ക്ലാസ്സുകൾ കുറച്ചുകൂടി പോപ്പുലറായി വന്നത് നമ്മുടെ കോവിഡ് ആ ഒരു ലോക്ക്ഡൗൺ ടൈമിന് ശേഷമാണ്. കാരണം ആൾക്കാർക്ക് പുറത്തു പോകാൻ പറ്റാത്ത സമയത്ത് ഓൺലൈൻ ക്ലാസ്സുകൾ ഒരുപാട് പോപ്പുലറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇവല്യൂഷൻ നോക്കുന്നതാണെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് ഇത്രയും വൈഡ് സ്പ്രെഡ് ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്ത് തുടങ്ങിയതും സ്മാർട്ട് ഫോണുകൾ യൂസ് ചെയ്ത് തുടങ്ങിയതും നമ്മുടെ ഇൻ്റർനെറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഇത്രത്തോളം വളർന്നതും ഒക്കെ ഇതിൻ്റെ ഒരു സഹായകരമായിട്ടുള്ളൊരു ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ കോവിഡും കൂടി ആയപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ വളരെയധികം കൂടി. ഒരുമാതിരിപ്പെട്ട എല്ലാ അക്കാഡമികളും അവരുടെ ഓൺലൈൻ ക്ലാസ്സുകളും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കോവിഡിൻ്റെ സമയത്ത്. ഓക്കെ, ചില ആൾക്കാർ മാത്രം റിലക്റ്റൻ്റ് ആയിട്ട് ഓഫ്ലൈനിൽ തന്നെ നിന്നിട്ടുണ്ട്. ബാക്കിയുള്ള പല ആൾക്കാരും ഓൺലൈനിലേക്ക് അവർ ഫോഴ്സ്ഡ് ടു ഷിഫ്റ്റ്. ഓക്കെ, പക്ഷെ ഇപ്പോഴും ഓഫ്ലൈൻ ക്ലാസ്സുകൾ വളരെ പ്രോമിനൻ്റ് ആയിട്ട് റൺ ചെയ്യുന്ന അക്കാഡമീസും ഉണ്ട്. അപ്പോൾ ഈ ഓൺലൈനും ഓഫ്ലൈനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് വരുന്നത്? രണ്ടിൻ്റെയും പോസിറ്റീവ്സും നെഗറ്റീവും നമുക്ക് പറയാം. ആദ്യം നമ്മൾ പോസിറ്റീവിലേക്ക് കിടക്കാം. ഓഫ്ലൈനിൻ്റെ പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓഫ്ലൈൻ ക്ലാസ് ആകുന്ന സമയത്ത് നമ്മളൊരു ഫിസിക്കലി നമ്മളവിടെ പ്രസൻ്റ് ആണ്, ഫിസിക്കലി നമ്മൾ ടീച്ചറിനെ കാണുന്നുണ്ട്, ഒരുപാട് സ്റ്റുഡൻസും നമ്മുടെ ചുറ്റും ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി അതിൽ അക്കൗണ്ടബിൾ ആയിരിക്കും. നമ്മൾ കൃത്യമായിട്ട് അവിടെ ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കും. അതേപോലെ ഈ സ്റ്റുഡൻസ്, നമ്മുടെ ഫ്രണ്ട്സ്, പിയർ ഗ്രൂപ്പിലുള്ള ആളുകൾ ഒക്കെ നമ്മുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അത് ഈ പറഞ്ഞ കൂടെ ഇരിക്കുന്ന ആളുകളെ കൊണ്ടുള്ള ഇൻഫ്ലുവൻസ് നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉണ്ടാവും. അതായത് നല്ല പഠിക്കുന്ന ആൾക്കാർ നമ്മുടെ അടുത്തിരിക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സർക്കിളിൽ ഉള്ളതാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടിയേക്കാം. അല്ല, ലൈക്ക് പഠിത്തത്തിൽ നമുക്ക് വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് നമ്മുടെ കൂടെ എത്തിപ്പെടുന്നതെങ്കിൽ അതിനനുസരിച്ച് ചിലപ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആയേക്കാം. ഓക്കെ, എനിവേ നമ്മളത് പോസിറ്റീവായിട്ട് മാത്രം എടുക്കുന്നതാണെങ്കിൽ നമ്മൾ ഈ പിയർ ഗ്രൂപ്പിൻ്റെ പ്രഷർ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ പഠിക്കുന്നത് കാണുന്ന സമയത്ത് നമുക്ക് അവരുടെ കൂടെയൊക്കെ പഠിക്കാനുള്ളൊരു താല്പര്യം നമുക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ റെഗുലറായിട്ട് ക്ലാസ്സിൽ പോകാനുള്ള ഒരു ലൈക്ക് ടെൻഡൻസി നമുക്ക് ഓഫ്ലൈൻ ആകുന്ന സമയത്ത് ഉണ്ടാവും. അതുപോലെ നമ്മൾ ലൈക്ക് ടീച്ചേഴ്സിനെ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഡൗട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്ന ആ ഒരു ലൈക്ക് പോസിറ്റീവായിട്ടുള്ള അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഓക്കെ, ഓഫ്ലൈനിൻ്റെ പോസിറ്റീവ് ഇതൊക്കെയാണ്. ഇനി ഓഫ്ലൈനിൻ്റെ നെഗറ്റീവ് എടുത്ത് നോക്കുന്നതാണെങ്കിൽ നമ്മൾ ഈ ആദ്യം പറഞ്ഞ കാര്യം തന്നെ നെഗറ്റീവായിട്ട് നമുക്ക്, അതായത് ഫിസിക്കലി നമ്മുടെ അവിടെ പ്രസൻ്റ് ആയിരിക്കുക എന്നുള്ളത്. ഈ ഫിസിക്കലി അവിടെ പ്രസൻ്റ് ആവുക എന്നുള്ളത് പലപ്പോഴും പല ആളുകൾക്കും ഫീസിബിൾ ആയിക്കൊള്ളണം എന്നില്ല. അതായത് ലൊക്കേഷൻ കൺസ്ട്രെയിൻ ഉണ്ടാവും. നമ്മൾ ദൂര സ്ഥലത്തിൽ നിന്ന് നമ്മൾ ഓഫ്ലൈൻ അക്കാഡമിയിലേക്ക് നമ്മൾ ഡെയിലി പോയി വരിക എന്ന് പറയുന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം. ഇനി ഡെയിലി പോയി വരിക, ഡേ സ്കോളർ ആവാൻ ഡിസൈഡ് ചെയ്ത ഒരാളാണെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ക്ലാസ്സിന് വേണ്ടി പോകാൻ യാത്ര ചെയ്യാൻ എടുക്കുന്ന സമയം ചിലപ്പോൾ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്തിനേക്കാൾ കൂടുതലായിരിക്കാം. ക്ലാസ് ചിലപ്പോൾ 2.5 മണിക്കൂറോ 3 മണിക്കൂറോ ആണെങ്കിൽ നമ്മൾ ഈ 3 മണിക്കൂറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യാത്ര ചെയ്യുന്നത് 4 മണിക്കൂറായിരിക്കാം. ടു ആൻഡ് ഫ്രോ, അങ്ങോട്ടേക്കും ക്ലാസ്സിലേക്കും തിരിച്ചിട്ടും 2 മണിക്കൂർ വെച്ചിട്ട് ഡേ സ്കൂളറായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആ ഫിസിക്കലി പ്രസൻ്റ് ആവുക എന്നുള്ളത് അവിടെ യാത്ര ചെയ്തെത്തുക എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഒരു കാര്യമാണ്. നമുക്ക് ചിലപ്പോൾ അത് ലൈക്ക് നമ്മുടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടൈമാണ് അവിടെ കൺസ്യൂമായി പോകുന്നത്. നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യേണ്ട ആ ഒരു ടൈം നമ്മൾ കമ്മ്യൂണിക്കേഷൻ നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അത് ചിലപ്പോൾ ഒരു രീതിയിൽ നമുക്ക് നെഗറ്റീവ് ആയിരിക്കാം. ഇനി നിങ്ങൾ യാത്ര ചെയ്യുന്നില്ല, ഡേ സ്കോളർ അല്ല, ഡേ സ്കോളർ ആയിട്ട് പോകുന്നതാണെങ്കിൽ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ലൈക്ക് അവിടെ ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ, അവിടെ പോകുന്ന സമയത്തുള്ള അതിൻ്റെ എക്സ്പെൻസ്, ഇത് യാത്രയുടെ എക്സ്പെൻസ്, ആൻഡ് അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഡ്രസ്സൊക്കെ അയൺ ചെയ്തിട്ടെങ്കിലും പോകാന്നുള്ളതൊക്കെ അതൊക്കെ നമ്മുടെ ഇതിൻ്റെ കൂടെ ലൈക്ക് എന്താ പറയുക, അതിൻ്റെ കൂടെ വരുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളല്ല കുറച്ച് എഫേർട്ടുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇനി നമ്മൾ ഡേ സ്കോളർ അല്ല, അവിടെ ഹോസ്റ്റലിൽ നിൽക്കുന്നതാണെങ്കിൽ ഓക്കെ, നമ്മൾ വീട് വിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. ഓക്കെ, അത് നമുക്ക് അതും ഈ പറഞ്ഞ പോലെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമുക്ക്
ലൈക്ക് ഇൻഫ്ലുവൻസ്ഡ് ആയേക്കാം. എനിവേ നമ്മൾ നമ്മുടെ തന്നെ സ്വന്തമായിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത്, ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാകും. നമുക്ക് ഫുഡ് ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ്, നമുക്ക് ലൈക്ക് ഹെൽത്ത് കണ്ടീഷൻസ് പ്രശ്നങ്ങൾ വരുന്നതാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ, ആൻഡ് നമ്മൾ ബാക്കി ഒരു റൂംമേറ്റുമായിട്ട് അഡ്ജസ്റ്റ് ആവുന്നതിൻ്റെ, ഷെയറിംഗ് റൂം ആണെങ്കിൽ അത് അഡ്ജസ്റ്റ് ആവുന്നതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി അവിടെ ഹോസ്റ്റലർ ആണെങ്കിൽ നെഗറ്റീവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഫിസിക്കലി അവിടെ പ്രസൻറ്റ് ആവുക എന്നുള്ളത്. പിന്നൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം, ഓഫ്ലൈനായിട്ട് പോകുന്ന സമയത്ത് ഫീസാണ്. വലിയ രീതിയിലുള്ള ഒരു എമൗണ്ട് നമ്മൾ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. സിവിൽ സർവീസ് കോച്ചിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ലക്ഷങ്ങൾ ചിലപ്പോൾ സ്പെൻഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. അതും അവിടെ നമ്മൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെക്കാളും കൂടുതൽ കോച്ചിങ് ക്ലാസ്സിൻ്റെ കൊടുക്കുന്ന ഫീസ് പോലെ തന്നെ നമ്മൾ ചിലപ്പോൾ അവിടെ റൂം എടുത്ത് താമസിക്കുന്നതിനും ഒക്കെ നമുക്ക് കയ്യിൽ നിന്ന് ചിലവ് വരുന്നതായിരിക്കും. നെഗറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന നെഗറ്റീവ് തന്നെ അവിടെ പോസിറ്റീവായിട്ട് വരുന്നു. അതായത് നമ്മളവിടെ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് എവിടെ നിന്നിട്ട് വേണമെങ്കിലും നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഏത് ലൊക്കേഷനിൽ ഇരുന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. നമ്മൾ അവിടെ ഫിസിക്കലി അവിടെ പ്രസൻറ്റ് ആവേണ്ട ആവശ്യമില്ല. സോ നമുക്ക് അവിടെ യാത്രയുടെ ആ ഒരു സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. യാത്ര ചെയ്യുന്നൊരു എഫേർട്ട് നമുക്ക് ലാഭിക്കാൻ പറ്റും. അതേപോലെ ലൈക്ക് നമുക്ക് സമയങ്ങൾ കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ലൈക്ക് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ഫ്ലെക്സിബിലിറ്റിയാണ്. നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ക്ലാസ് കാണാം. ലൈക്ക് ഓഫ്ലൈൻ ക്ലാസ് ആകുമ്പം ആ പറഞ്ഞിരിക്കുന്ന ഒരു ടൈമിൽ തന്നെ നമ്മളവിടെ പ്രസന്റ് ആയിരിക്കണം. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ക്ലാസ് നടക്കണമെന്നില്ല. ബട്ട് ഓൺലൈൻ ആകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ക്ലാസ് കാണാം. കാരണം ലൈവ് ക്ലാസ്സിൻ്റെ കൂടെ തന്നെ മിക്ക അക്കാഡമികളും ഇപ്പോൾ റെക്കോർഡ് ക്ലാസ്സും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അൺലിമിറ്റഡ് ആയിട്ടുള്ള റെക്കോർഡ് ആക്സസ് ഒക്കെയുള്ള അക്കാഡമീസ് ഉണ്ട്. നമ്മുടെ അക്കാഡമികളെ പോലെ അൺലിമിറ്റഡ് ആയിട്ടുള്ള റെക്കോർഡ് ആക്സസ് ഉള്ള ക്ലാസ്സുകളാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട് നമുക്ക് ക്ലാസ് കാണാൻ പറ്റും. അതേപോലെ ഫീസിൻ്റെ കാര്യത്തിലും, അതായത് ഓഫ്ലൈൻ ക്ലാസ്സിന് നമ്മളൊരു 80,000 to 1 lakh വരെ പേ ചെയ്യുന്ന സമയത്ത് 10,000 മുതൽ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അത്രയും വലിയൊരു ഹ്യൂജ് ഡിഫറൻസ് നമുക്ക് ഓൺലൈനും ഓഫ്ലൈനും തമ്മിൽ ഫീസിൻ്റെ കാര്യത്തിലും വരുന്നുണ്ട്. അപ്പോൾ അത്രയും വലിയൊരു എമൗണ്ട് ചിലവാക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യാം. പിന്നെ ഓഫ് ദ ടോപ്പിക് ഓഫ് ദ അല്ലാതുള്ള കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ കോവിഡിന് ശേഷം പല ആളുകളും ഫേസ് ചെയ്യുന്നൊരു സംഭവമാണ് നമുക്ക് ഈ കോൾഡ്, ജലദോഷം എന്നുള്ളൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ചുമ, ചെറിയ രീതിയിലുള്ള പനി, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പണ്ട് നമുക്ക് ക്യൂർ ആകുന്നത് പോലെ ഒരു 4 daysലോ 5 daysലോ ഇത് മാറുന്നില്ല. ചിലപ്പോൾ അതൊരു 10 days എടുക്കാം, 15 days എടുക്കാം. ഓക്കെ, മിനിമം 1 week ഒക്കെ ഇതിൻ്റെ ഒരു ക്ഷീണം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓഫ്ലൈൻ ക്ലാസ്സിലാവുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ചെറിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു 1 week നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയി. നമുക്കത് ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള യാതൊരു ഓപ്ഷനും ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരും. 1 week നമ്മുടെ കയ്യിൽ നിന്ന് പോയി. പിന്നെ ഒരു 1 weekന് ശേഷം നമ്മൾ വീണ്ടും അവിടെ ക്ലാസ്സിൽ പോയിരുന്നിട്ട് എന്തായിരുന്നു അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ കണക്ഷനെ വിട്ടുപോയി. ഇവിടെ ഓൺലൈൻ ആകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ലൈക്ക് എവിടെയാണോ ഫോൾഡറിൽ അവിടെ അവൈലബിൾ ആയിരിക്കും. മിസ്സായി പോയ ക്ലാസ്സുകൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു ലൈക്ക് ഡിഫറൻസ് കൂടി ഓൺലൈനും ഓഫ്ലൈനും തമ്മിൽ ഉണ്ട്. ഇനി ചുരുക്കി കുറച്ചും കൂടി ലൈക്ക് എളുപ്പമായിട്ട് പറയുന്നതെങ്കിൽ നമ്മൾ മൂവി കാണുന്നത് പോലെ ഇരിക്കും. അതായത് നമ്മൾ തിയേറ്ററിൽ പോയിട്ട് മൂവി കാണുന്നതും OTTയിൽ മൂവി കാണുന്നതും തമ്മിലുള്ളൊരു വ്യത്യാസം പോലെ ഇരിക്കും നമ്മുടെ ഈ ഓൺലൈനും ഓഫ്ലൈനും ക്ലാസ് തമ്മിലുള്ള വ്യത്യാസം. ഇനി ഓൺലൈനിൻ്റെ നെഗറ്റീവിലേക്ക് വരുന്നതാണെങ്കിൽ ഓഫ്ലൈനിൻ്റെ പോസിറ്റീവ് തന്നെയാണ് ഓൺലൈനിലെ നെഗറ്റീവ് വരുന്നത്. അതായത് നമ്മൾ ഫിസിക്കലി അവിടെ പ്രസൻറ്റ് ആവുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള സ്റ്റുഡൻസിനെ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഈ പിയർ ഗ്രൂപ്പിൻ്റെ പ്രഷർ നമുക്ക് പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. നമ്മൾ അക്കൗണ്ടബിൾ ആവാനുള്ള സാധ്യത ഒരല്പം ചിലപ്പോൾ കുറഞ്ഞു എന്നിരിക്കാം. കാരണം നമ്മൾ ലൈക്ക് അവിടെ നേരിട്ട് കാണുന്നില്ല, ടീച്ചേഴ്സിനെ നേരിട്ട് കാണുന്നില്ല. ഇപ്പോൾ ഒരു ടീച്ചർ ഒരു വർക്ക് തന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ വർക്ക് ചെയ്യാതെ ആ ക്ലാസ്സിൽ പോയി ഇരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ചെറിയൊരു ജാള്യത നമുക്കുണ്ടാവും. പക്ഷേ ഓൺലൈനിൽ ആ ഒരു പ്രശ്നമില്ല. നമ്മൾ ഫേസ് കാണുന്നില്ല, നമ്മുടെ ഫേസ് ടീച്ചേഴ്സ് കാണുന്നില്ല, സ്റ്റുഡൻസിൻ്റെ ഫേസ് ടീച്ചേഴ്സ് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഈ പറഞ്ഞ പോലെ ലൈക്ക് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തില്ലെങ്കിലും അവരെ വീണ്ടും ഫേസ് ചെയ്യുന്നതിന് ഒരു ജാള്യത ഇല്ലാതിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ അക്കൗണ്ടബിൾ ആവാനുള്ള സാധ്യത ഒരല്പം കുറഞ്ഞു വന്നിരിക്കാം. പക്ഷേ ഇതൊരു സീരിയസ് ആയിട്ടുള്ളൊരു കോച്ചിങ് ആണ്, സീരിയസ് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ്, സീരിയസ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. ലൈക്ക് ചെറിയ കുട്ടികൾ ചെയ്യുന്നത് പോലെ ലൈക്ക് അടിച്ച് പഠിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും അല്ല ഇതിവിടെ. നമ്മൾ സ്വയം ഇതിൻ്റെ ബെനിഫിറ്റ് നമ്മൾ തന്നെ ലൈക്ക് എടുത്തിട്ട് യൂട്ടിലൈസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. അപ്പോൾ ക്ലാസ്സുകൾ അക്കൗണ്ടബിൾ ആയിട്ട് കാണുക എന്നുള്ളത് നമ്മൾ ഇപ്പോൾ ആക്ച്വലി ലൈക്ക് നമ്മളിപ്പോൾ ഒരു കോച്ചിങ്ങിന് ഇറങ്ങുന്ന സമയത്ത് സാറിന് നമ്മൾ പറയാറുണ്ട് ലൈക്ക് സർവീസ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജോലിയിൽ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സർവീസ് കിട്ടിയതിന് ശേഷം ആണ്. പക്ഷെ അതിനേക്കാൾ മുമ്പ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങുന്ന ദിവസം മുതൽ തന്നെ ഇതാണ് നമ്മുടെ ഒരു ജോബ് എന്ന് പറയുന്നത്. നമ്മുടെ വർക്ക് ഇതാണ്, നമ്മൾ ചെയ്യേണ്ട ഒരു ജോബ് ഇതാണ്. ഇത് നമ്മൾ ലൈക്ക് ഫുൾ ടൈം ആയിട്ടോ പാർട്ട് ടൈം ആയിട്ടോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ നമ്മൾ കറപ്ഷൻ കാണിക്കാതിരിക്കുക. ഓക്കെ, ഇന്ന് നമ്മൾ ക്ലാസ്സിൻ്റെ കാര്യത്തിൽ കറപ്ഷൻ കാണിക്കുന്ന ഒരാൾ നാളെ സർവീസ് കയറിയിട്ട്, ഒന്നാമത്തെ കാര്യം സർവീസ് കയറുമോ ഇല്ലയോ എന്നുള്ള കറപ്ഷൻ, ക്ലാസ്സിൻ്റെ കാര്യത്തിൽ കറപ്ഷൻ കാണിക്കുന്ന ഒരാൾ
നാളെ സർവീസ് കയറുമോ എന്നുള്ള ഒരു സംശയമായിരിക്കും. പക്ഷേ സർവീസ് കയറി കഴിഞ്ഞാൽ അവിടെയും കറപ്ഷൻ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഇത് നമ്മുടെ ജോബാണ്. ഈ ജോലിയിൽ നമ്മൾ കറപ്ഷൻ കാണിക്കേണ്ട ആവശ്യമില്ല. സോ സെൽഫ് അക്കൗണ്ടബിൾ ആയിരിക്കാം. സെൽഫ് സ്റ്റഡി എന്നുള്ള രീതിയിൽ നമുക്കിതിങ്ങനെ അങ്ങ് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് നമ്മൾ കയറുന്നതാണെങ്കിൽ 1 ഇയർ നമ്മൾ അതിലേക്ക് കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആയി പോയി. അല്ലെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്ന് വന്നു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ലൊക്കേഷൻ മാറണം എന്ന് വിചാരിക്കാം. നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു സിറ്റിയിൽ നിന്ന് നമ്മൾ മാറിയിട്ട് വേറെ ഒരു സ്ഥലത്തേക്ക് നമുക്ക് മാറണം എന്ന് വിചാരിക്കുക. ഓഫ്ലൈനിൽ നമുക്കത് പോസിബിൾ അല്ല. കാരണം ആ ഒരു അക്കാഡമി പോയാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലാസ് കാണാൻ പറ്റുള്ളൂ. ഓൺലൈനാണെന്ന് വെച്ചാൽ എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ക്ലാസ് കാണാം. അതൊരു കാര്യമാണ്. അല്ല, നമുക്കൊരു ജോബിന് കയറണം എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ അയാളുടെ ജോബ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോബ് ക്വിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ജോബിൽ ഉള്ള ഒരാളുടെ ജോബ് ക്വിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് കോച്ചിങ് എടുക്കാൻ വേണ്ടിയിട്ട്. അല്ല, നമുക്ക് ഒരു പുതിയൊരു ജോലിയിലേക്ക് കയറണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിലും അതും നമുക്ക് ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ പോസിബിൾ ആണ്. ഓഫ്ലൈനിൽ അതിൻ്റെ പോസിബിലിറ്റി നമുക്ക് ഇല്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് 1 ഇയർ നമ്മളവിടെ ട്രാപ്ഡ് എന്ന് പറയുന്നില്ല, പക്ഷെ എന്നാലും 1 ഇയർ നമ്മളവിടെ ഹുക്ഡ് അപ്പ് ആയി പോകും. നമുക്ക് അവിടെ നിന്ന് മാറാനുള്ള ലൊക്കേഷൻ മാറാനോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഫീൽഡ് മാറാനോ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ക്ലാസ്സുകളോ കോച്ചിങ്ങോ അല്ല വേറെ എന്തെങ്കിലും ഡിഗ്രിയോ അല്ലെങ്കിൽ PG ഒന്നും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഓഫ്ലൈനായിട്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ ഇല്ല. പിന്നെ ഇത്രയും ഹ്യൂജ് എമൗണ്ട് നമ്മളവിടെ പേ ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന പ്രഷർ, അതായത് നമ്മുടെ പാരൻസോ അല്ലെങ്കിൽ ഫാമിലിയോ അല്ലെങ്കിൽ നമ്മളെ ആരാണോ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ സ്വയം പഠിക്കുന്നതാണെങ്കിലും സ്വന്തം പൈസ വെച്ച് പഠിക്കുന്നതാണെങ്കിലും നമ്മുടെ മേളിലുള്ളൊരു സ്ട്രെസ്സ് വളരെ കൂടുതലായിരിക്കും. ഇത്രയും വലിയൊരു എമൗണ്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് അത് നമ്മുടെ എഫിഷ്യൻസിനെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. സോ ആസ് എ കൺക്ലൂഷൻ, ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഓൺലൈൻ തന്നെയാണ്. പിന്നെ ആർക്കെങ്കിലും ഓൺലൈനായിട്ട് തീരെ പറ്റില്ല, ചിലപ്പം കണ്ണിന് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, സ്ക്രീന് നോക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു തരത്തിലും നമുക്ക് ഓൺലൈന് പറ്റില്ല, നമുക്ക് എവിടെയെങ്കിലും പോയിരുന്ന് പഠിച്ചാലേ പറ്റുള്ളൂ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാത്രം ഓഫ്ലൈനിലേക്ക് വരിക. അല്ലെങ്കിൽ ഓൺലൈന് യാതൊരു പ്രശ്നവുമില്ല. നമുക്ക് വളരെയധികം കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് ഓൺലൈൻ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ വേൾഡ് പ്രോഗ്രസ് ആവുന്നതിനനുസരിച്ചിട്ട് ടെക്നോളജി കൂടുതൽ വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകുക എന്നുള്ളൊരു ഫാക്ടറും ഇവിടെ കിടക്കുന്നുണ്ട്. കാരണം കേരളത്തിനെ സംബന്ധിച്ച് നമ്മുടെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ വളരെയധികം ഡെവലപ്ഡ് ആണ്. മുക്കിലും മൂലയിലും ഇൻ്റർനെറ്റും ബ്രോഡ്ബാൻഡ് സർവീസുകളും ഒക്കെ കിട്ടുന്ന നമ്മുടെ നാട്ടിൽ നമ്മൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാതെ ഇപ്പോഴും നമ്മൾ പഴയ കൺവെൻഷണൽ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് അത് നമ്മൾ അപ്ഡേറ്റഡ് ആവാത്തതിൻ്റെ ലക്ഷണമായിട്ടും വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം.